ഏത് രീതിയിൽ പറഞ്ഞാൽ ഒരാൾക്ക് സംഗീതം വളരെ ലളിതമായി മനസ്സിലാകും? നമുക്കെല്ലാം സംഗീതം ശരിക്കും അറിയാം. കാരണം സംഗീതം നമ്മൾ ആസ്വദിക്കുന്നവരാണ്. അറിയാത്ത ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. അറിയാൻ മേലാത്ത ഒരു ഭാഷ നമുക്ക് മനസ്സിലാകാത്തതുപോലെ അറിയാൻ മേലാത്ത ഒന്ന് നമുക്ക് ആസ്വദിക്കാനും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ സംഗീതം ആസ്വദിക്കുന്നവരെല്ലാം സംഗീതം അറിയുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ സംഗീതം അനുഭവിക്കാൻ ഉള്ള അറിവ് അല്ലെങ്കിൽ അതിനെ ആസ്വദിക്കാനുള്ള അറിവ് നമുക്കുണ്ടെങ്കിലും സംഗീതം രൂപപ്പെടുത്താനും അത് എഴുതി വയ്ക്കാനും അത് വീണ്ടും അതൊന്ന് പാടുവാനും അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ വായിക്കാനും ഒക്കെ കഴിയണമെങ്കിൽ സംഗീതം വേണ്ട വിധത്തിൽ പഠിക്കണം. സംഗീതം പഠിക്കാനുള്ള ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ പ്രാഥമികമായ ഒരു അറിവ് എന്നുള്ളത് സംഗീതം എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നുള്ള തിരിച്ചറിവാണ്. സംഗീതം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്കറിയാം, സംഗീതം നമ്മൾ ആസ്വദിക്കുന്നത് കേൾവിയിലൂടെയാണ്. ആസ്വാദ്യമായ ശബ്ദങ്ങളാണ് സംഗീത സ്വരങ്ങൾ. അപ്പോൾ ആ സ്വരങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ സംഗീതം നിർമ്മിക്കുന്നത്. ആ സ്വരങ്ങൾ ഏതാണ്? ഏതൊരു കുട്ടിയോട് ചോദിച്ചാലും ആ കുട്ടി വളരെ വേഗം പറയും സംഗീത സ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ സരിഗമപധനിസയാണ്. സ രി ഗ മ പ ധ നി സ എന്ന സ്വരങ്ങളിലൂടെയാണ് നമ്മൾ സംഗീതം പാടിപ്പഠിക്കുന്നത്. മലയാള ഭാഷയിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ സംഗീതത്തെ അവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാശ്ചാത്യ സംഗീതത്തിലും അവരുടേതായിട്ടുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് സംഗീതം പഠിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത്. അതിൽ പാശ്ചാത്യ സംഗീതത്തിൽ നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ ABCDEFG എന്നുള്ള നോട്ടുകളാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടേതായ ഭാഷ ഉപയോഗിച്ചാണ് നമ്മൾ സംഗീതത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ സംഗീതത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ശ്രുതികളാണ് അല്ലെങ്കിൽ സ്വരങ്ങളാണ്. 7 സ്വരങ്ങൾ. സ രി ഗ എന്ന് പാടുന്നതും അല്ലെങ്കിൽ CDEFG എന്നൊക്കെ പാടുന്നതും തുല്യം തന്നെയാണ്. അപ്പോൾ ആ അക്ഷരങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ചില പിച്ചുകളുണ്ട് അല്ലെങ്കിൽ ശ്രുതികളുണ്ട്. ആ ശ്രുതികൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് സംഗീതത്തെ മനസ്സിലാക്കുക. സംഗീതം പഠിക്കാൻ ഏറ്റവും എളുപ്പ വഴി അതൊരു ഭാഷയാണെന്നുള്ള ധാരണയിൽ അതിനെ സമീപിക്കുന്നതാണ്. ഒരു ഭാഷയാകുമ്പോൾ അതിൻ്റെ ഒരു ലിപി ഉണ്ടാകും. ആ ലിപി ഉപയോഗിച്ച് എഴുതുകയും വായിക്കുകയും ചെയ്യുമ്പോൾ വളരെ വേഗം നമുക്കത് പഠിക്കാൻ കഴിയും. അതിനെ സംബന്ധിച്ചുള്ള അറിവുകൾ സമ്പാദിക്കാനും മറ്റ് അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള സംഗീതങ്ങൾ ഉപയോഗിച്ച് അത് പഠിക്കാൻ നമ്മൾ ഭാഷ സാഹിത്യമൊക്കെ പഠിക്കുന്നത് പോലെ ഒരുപാട് കൃതികൾ നമുക്ക് വായിച്ച് കൂടുതൽ അറിവുണ്ടാക്കുന്നത് പോലെ ഒരുപാട് കോമ്പോസിഷൻസ് നമുക്ക് കേട്ടും വായിച്ചും കൂടുതൽ അറിവുണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം ഒരു ഭാഷയുണ്ട് സംഗീതത്തിന്. അല്ലെ പ്രചാരം നേടിയ ഒരു ഭാഷ രചന രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംഗീത രചന രീതി എന്ന് പറയുന്നത് സ്റ്റാഫ് നൊട്ടേഷനാണ്. 5 വരകളാണ്. ആ 5 വരകൾക്കുള്ളിൽ സ്വരങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുന്ന ഒരു സംവിധാനമാണ് സ്റ്റാഫ് നൊട്ടേഷൻ. അപ്പോൾ ഈ 5 വരകളും അവയ്ക്കിടയിൽ ഒരു 4 ശൂന്യ സ്ഥലങ്ങളുണ്ട്, സ്പേസസ്. ആ ലൈൻസിനും സ്പേസിനും ഉള്ളിൽ സംഗീത സ്വരങ്ങളെ എഴുതി വയ്ക്കുകയും അതിനെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യുന്ന രീതിയാണ് സ്റ്റാഫ് നൊട്ടേഷനിൽ നമ്മൾ അവലംബിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാഫ് നൊട്ടേഷൻ വളരെ സിമ്പിളാണ്, വിചാരിക്കുന്നത്ര വിഷമമുള്ള കാര്യമല്ല. അത് വളരെ വേഗം മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഗീതത്തിലേക്ക് നമുക്ക് അല്ലെങ്കിൽ നൊട്ടേഷൻ അല്ലെങ്കിൽ സംഗീത സ്വരങ്ങൾ എഴുതി വയ്ക്കുന്നതിലേക്ക് വളരെ വേഗം കടന്നു ചെല്ലാനായിട്ട് പറ്റും. അപ്പോൾ അതിലുപരി ഈ ഭാഷ എങ്ങനെയാണ് നമ്മൾ വർക്കൗട്ടാക്കുന്നത്, സംഗീതം എന്ന് പറയുന്ന സ്വരങ്ങളെ ഏത് രീതിയിലാണ് നമ്മൾ പാട്ടാക്കി മാറ്റുന്നത്, ഈ പാട്ട് ആക്കുവാൻ അല്ലെങ്കിൽ സംഗീതത്തെ ഒരു സെറ്റിങ്സിലേക്ക് അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ കോമ്പോസിഷനിലേക്ക് ആ രീതിയിലേക്കുള്ള ഒരു സംഗീതം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ എഴുതി വെക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഗീതം വായിച്ചെടുക്കാൻ ഏത് രീതിയിലാണ് നമുക്ക് സാധിക്കുന്നത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നോക്കുമ്പോഴേക്കും സംഗീത സ്വരങ്ങൾ മാത്രം പോരാ, ആ സ്വരങ്ങൾക്ക് പ്രത്യേകമായ സമയദൈർഘ്യങ്ങളും ആവശ്യമുണ്ട്. അതായത് നമ്മൾ ഒരു കീബോർഡ് കാണുമ്പോൾ അതിൽ കുറേ അധികം കീസ് ഉണ്ട്. ആ കീകളിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ശബ്ദം ടാപ്പ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ എത്ര സമയം ഞെക്കി പിടിച്ചാലും അല്ലെങ്കിൽ എത്ര സമയം അതിൽ ഫിംഗർ ഹോൾഡ് ചെയ്താലും അതിൽ നിന്ന് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ എത്ര സമയമൊക്കെയാണ് നമ്മളത് അമർത്തുകയും അത് റിലീസ് ചെയ്യുകയും ചെയ്യേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാട്ട് രൂപപ്പെടുന്നത്. അഥവാ പ്ലേസ് ഓഫ് നോട്ട് അല്ലെങ്കിൽ സംഗീത സ്വരങ്ങൾ, സ്വരസ്ഥാനങ്ങൾ. രണ്ടാമത്തേത് ഡ്യൂറേഷൻ ഓഫ് നോട്ട്, ഹൗ ലോങ് ദ നോട്ട്, എത്ര സമയമാണ് ആ നോട്ട് കേൾപ്പിക്കേണ്ടത്. ഈ 2 പ്രധാന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പാട്ടിനെ നമ്മൾ രൂപപ്പെടുത്തുന്നത്. അതായത് പാട്ട് രൂപപ്പെടുത്താൻ പ്രധാനമായും നമുക്ക് ആവശ്യമുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന് സ്വരങ്ങളെ അറിയുക, മറ്റൊന്ന് ആ സ്വരദൈർഘ്യങ്ങളെ അറിയുക. സ്വരങ്ങൾ, സ്വരദൈർഘ്യങ്ങൾ, അത് വ്യത്യസ്തമായ അറേഞ്ച്മെൻറ്റിലുള്ള സ്വരങ്ങൾ, ആ സ്വരസ്ഥാനങ്ങളെ, സ്വരദൈർഘ്യങ്ങളെ നമ്മൾ വായിച്ചു വിടുമ്പോൾ പാട്ട് പുറത്തു വരും. അതായത് ഒരു സ്വരത്തെ
ഒരു ബീറ്റ് വായിക്കുന്നെങ്കിൽ മറ്റൊരു സ്വരത്തിൽ നമ്മൾ അര ബീറ്റായിരിക്കും വായിക്കുന്നത്. ഒരു ക്ലാപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു സ്വരം വായിച്ചെങ്കിൽ 2 ക്ലാപ്പ് ചെയ്യുന്ന ദൂരത്തിലായിരിക്കും മറ്റൊരു സ്വരം വായിക്കുന്നത്, അഥവാ ബീറ്റ്സ്. അപ്പോൾ അത്രയും ബീറ്റുകളുടെ അടിസ്ഥാനത്തിൽ സംഗീത സ്വരങ്ങളുടെ പല ദൈർഘ്യങ്ങൾ വ്യത്യസ്തമായ കോമ്പോസിഷനിൽ വെച്ച് കഴിയുമ്പോഴാണ് നമുക്ക് പാട്ട് സൃഷ്ടിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു പാട്ട് നമ്മൾ കേൾക്കുന്നത്, നമ്മൾ ആസ്വദിപ്പിക്കുന്നത്, മനുഷ്യ മനസ്സിനെ ആസ്വദിപ്പിക്കുന്നത് അല്ലെങ്കിൽ പിടിച്ചിരുത്തുന്ന സംഗീതം രൂപപ്പെടുന്നത് ഇങ്ങനെ വ്യത്യസ്തമായ സ്വരങ്ങളെ വ്യത്യസ്തമായ സ്വരദൈർഘ്യത്തിൽ കേൾപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കിയതിന് ശേഷം സംഗീതത്തിൻ്റെ നൊട്ടേഷൻ്റെ മേഖലയിലൂടെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം സ്വരങ്ങളുടെ സ്ഥാനങ്ങൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞ സിയും ഡിയും അല്ലെങ്കിൽ സായും ഡിയും ഒക്കെ എവിടെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത് എത്ര സമയം നമ്മളതിനെ കേൾപ്പിക്കണം. ഇത് ക്രമമായി കേൾപ്പിക്കുമ്പോഴാണല്ലോ സംഗീതം ഉണ്ടാകുന്നത്. ഈ 2 കാര്യങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലിപി വിജ്ഞാനമാണ് സ്റ്റാഫ് നൊട്ടേഷൻ. അത് വെസ്റ്റേൺ ഒരു പാശ്ചാത്യ സംഗീത ലിപി വിജ്ഞാനമാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കീബോർഡ് പഠിക്കാം. അപ്പോൾ ഞാനത് പറഞ്ഞു വരുന്നത്, സംഗീതം പഠിക്കാൻ സംഗീതത്തിൻ്റെ എഴുതുന്ന രീതിശാസ്ത്രം മനസ്സിലാക്കി അത് ചെയ്ത് പഠിച്ചാൽ ഈസി ആയിട്ട് പഠിക്കാം. അപ്പോൾ നൊട്ടേഷൻ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കാൻ ഒരു അല്പം ക്ഷമ വേണം. അത് കുറച്ച് ക്ഷമിച്ച് അതൊന്ന് പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് ഒരു സംഗീതജ്ഞൻ എന്നുള്ള നിലയിലേക്ക് അതിനെ മനസ്സിലാക്കി പഠിച്ച് മുമ്പോട്ട് ഒരു നിലവാരത്തോടു കൂടി പഠിച്ച് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. അല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റുകളിലൊക്കെ തട്ടിമുട്ടിയും ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു സംഗീത ഭാവമൊക്കെ കേൾപ്പിക്കാൻ ആർക്കും കഴിയും. പക്ഷേ അതൊരു ശരിയായ രീതിയല്ല. കാരണം അതിന് കൃത്യമായ ഫിംഗറിങ്ങുകളുണ്ട്. ആ ഫിംഗറിങ്ങുകൾ ഉപയോഗിക്കണം. കൃത്യമായി അതിൻ്റെ കോഡ്സ് അതിൻ്റെ ഒപ്പം പ്ലേ ചെയ്യണം. അപ്പോഴൊക്കെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് വായിക്കാൻ കഴിയുള്ളൂ. ഈ തരത്തിൽ കീബോർഡ് പഠിക്കാൻ അല്ലെങ്കിൽ മറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ പഠിക്കാൻ, ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് പഠിക്കാനായിട്ട് മാത്രമല്ല കേട്ടോ, ഏത് ഇൻസ്ട്രുമെൻറ്റും നമ്മൾ ഈ കാര്യങ്ങളിൽ നൊട്ടേഷൻ പഠിച്ചാൽ നമുക്ക് വായിക്കാം. അതിന് വ്യത്യസ്തമായ രീതികളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പൊതുവാണ് സംഗീതം. അത് പാടുന്നതിന് നമ്മൾ ഈ നൊട്ടേഷൻ ഉപയോഗിക്കാറുണ്ട്. ഇൻസ്ട്രുമെൻറ്റുകൾ കീബോർഡ്, ഗിറ്റാർ, വയലിനൊക്കെ വായിക്കാൻ നമ്മൾ ഈ ഒരു നൊട്ടേഷനാണ് ഉപയോഗിക്കുന്നത്. സംഗീതത്തിൻ്റെ ഈ ഒരു സാധ്യതയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഏത് ഇൻസ്ട്രുമെൻറ്റ് പഠിക്കണമെങ്കിലും നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് ഇത് പഠിക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ 20 വർഷത്തോളം സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന നിലയിൽ കീബോർഡ്, ഗിറ്റാർ, വയലിനൊക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഈ ടോക്കുകൾക്ക് പുറകെ ക്ലാസ്സുകൾ ഞാൻ തരാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ ഞെക്കിക്കുക. തുടർച്ചയായി ക്ലാസ്സുകൾ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് പഠിക്കാം. ഏകദേശം ഒരു 20 ക്ലാസ്സുകൾ നിങ്ങൾ പങ്കെടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല നിലയിൽ വായിക്കുന്ന, വെറുതെ ഒരു ട്യൂൺ വായിക്കുന്നതല്ല, നല്ല നിലയിൽ കീബോർഡ് വായിക്കുന്ന, ലെഫ്റ്റും റൈറ്റും ഹാൻഡുകൾ യൂസ് ചെയ്തുകൊണ്ട് ഒരേ സമയം പാട്ട് വായിച്ചു പോകാൻ കഴിയുന്ന ഒരു കീബോർഡിസ്റ്റ് ആകാൻ പറ്റും. സംശയമൊന്നും വേണ്ട, ധൈര്യമായിട്ട് പോര്, നമ്മൾ പഠിച്ചിരിക്കും. ഓക്കെ.